ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത് പയറ്, പുട്ട്, പപ്പടം. ഈ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഉണ്ടാക്കാറില്ല, വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളൂ. ചില സമയങ്ങളിൽ 6 മാസത്തിലൊരിക്കോ, 2 മാസത്തിലൊരിക്കോ, 1 മാസത്തിലൊരിക്കോ, 1 മാസത്തിലൊരിക്കോ ഉണ്ടാക്കുന്നത് ചുരുക്കം വല്ലപ്പോഴൊക്കെയാണ്. കാരണം ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടം ദോശയൊക്കെയാണ്. കൂടുതലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഷ്ടം ദോശ, മുട്ടക്കറി, ദോശ, കിഴങ്ങേറി, ദോശ, കടലക്കറി, അങ്ങനെ. പിന്നെ പൂരി ഇഷ്ടമാണ്. പൂരിയും കിഴങ്ങേറിയും പൂരിയും എന്താ പറയുക കടലക്കറി അതൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. പൂരിയും ദോശയാണ് അവരുടെ ഫേവറേറ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷേ ഇന്നെന്തോ ദോശമാവൊന്നുമില്ലായിരുന്നു, ഗോതമ്പ് മാവുണ്ട്, എണ്ണയുണ്ട്. പക്ഷേ എനിക്കെന്തോ പുട്ടും പയറും പപ്പടം കഴിക്കാൻ തോന്നി. അങ്ങനെ ഉണ്ടാക്കിയതാണ് പുട്ട്, പയർ, പപ്പടം. പിന്നെ നാളെ തൊട്ട് വീണ്ടും ദോശയായിരിക്കും. മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് ദോശ തന്നെയാണ്. വേറെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടാക്കിയില്ല. കുട്ടികൾക്കാകുമ്പോൾ അവർക്ക് ദോശയൊക്കെ ആകുമ്പോൾ നല്ല മൊരിയിച്ച് നെയ്യൊക്കെ ഒഴിച്ച് അല്ലെങ്കിൽ നല്ല സോഫ്റ്റായിട്ട്. ഇഡ്ഡലി അങ്ങനെ കഴിക്കാറില്ല, അവർക്ക് കൂടുതലും ഇഷ്ടം ദോശ തന്നെയാണ്. ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ അതിന് സാമ്പാർ വേണം. പിന്നെ രാവിലെ സാമ്പാർ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ പണിയാണ്. കാരണം സ്കൂളിലൊക്കെ പോകുകയാണെങ്കിലും. പക്ഷേ സാമ്പാറിൻ്റെ മലക്കറിയൊക്കെ തലേന്ന് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഇതാണ് സാമ്പാർ. പക്ഷെ എന്തോ ഞാൻ അങ്ങനെ വല്ലവർക്ക് തന്നെ സാമ്പാർ അങ്ങനെ രാവിലെ ഉണ്ടാക്കുകയുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ മിക്കവാറും ദോശ, കടലക്കറി, ദോശ, അങ്ങനെ എന്തെങ്കിലും കറിയൊക്കെ കാണുള്ളൂ. പക്ഷേ സാമ്പാറും ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും അതൊരു നമ്മുടെ തനി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണല്ലേ. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴൊക്കെ രാവിലെ അവിടെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഇഡ്ഡലിയും സാമ്പാർ, ചമ്മന്തി. പിന്നെ വട കാണുന്നിടത്ത് വടയും കാണും. അങ്ങനെ പുട്ടെല്ലാം ഉണ്ടാക്കി രാവിലെ മക്കൾക്ക് ട്യൂഷന് പോകണമായിരുന്നു. അപ്പോൾ രാവിലെ ഇന്ന് ലീവ് ദിവസമാണെങ്കിലും ട്യൂഷൻ ഉണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ പുട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുന്നതാണ്. പുറമേ നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട്. എൻ്റെ വീട്ടിൻ്റെ അടുക്കളയിൽ നേരെ ഒരു 3 ജനാലമുണ്ട്. അത് തുറന്ന് 3-ൽ 2 ഞാൻ തുറക്കാറുള്ളൂ. അത് തുറന്നിട്ടാണ് ഞാൻ എൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അത് അടച്ചിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്ക് എന്തോ മൊത്തത്തിലൊരു അടഞ്ഞു കൂടി കിടക്കും. അടുക്കളയിൽ എല്ലാ ജനലും തുറന്നിട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല ഭംഗിയാണ്, നല്ല എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയാൻ കേട്ടോ. പുറമേ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്കും എനിക്കെന്തോ അത് വലിയ റിലാക്സേഷനാണ്. എന്ന് വെച്ചാൽ പുറത്തുള്ളതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യാൻ വേണ്ടി. പിന്നെ പുറത്ത് പോകുന്ന ആരൊക്കെയെന്ന് നോക്കി അങ്ങനെ കണ്ടുമ്പോൾ ജോലി ചെയ്യും, അതൊരു രസമാണല്ലോ. അങ്ങനെയൊക്കെ ജോലി ചെയ്യും. അങ്ങനെ പറഞ്ഞു പുട്ടുമായി, പയറുമായി, പപ്പടമായി. പിന്നെ ഇത് ഞാൻ കഴിക്കുന്ന പ്ലേറ്റാണ് കേട്ടോ, ഒരു വലിയ പ്ലേറ്റ്. ഞാൻ ഒരു വീഡിയോ ഉണ്ട്, ശ്രീകുട്ടി എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടല്ലോ, ഒരു പഴയല്ല, ഇപ്പോഴും ആ സീരിയൽ നടിയായിരിക്കാം. അവർ മിക്കവാറും ഇതുപോലത്തെ ഒരു വലിയ പ്ലേറ്റിലാണ് കഴിക്കുന്നത്. അത് കണ്ട് ഞാൻ ഫാനായി. അങ്ങനെ ഞാൻ പറഞ്ഞു വാങ്ങിച്ചതാണ്. എൻ്റെ ഭർത്താവ് വന്ന് നിന്നപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വാങ്ങിച്ചതാണ് ആ വലിയ പ്ലേറ്റ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഈ ചെറിയ പ്ലേറ്റിലിട്ട് കഴിച്ചതാണ്. പിന്നീട് ഞാൻ അതിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.